ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ബാബുൽ ഹൈദാണ്. ബാബുൽ ഹൈദിനെ കുറിച്ചുള്ള അധ്യായം. ഹൈദ് എന്ന പദം എല്ലാവർക്കും അറിയാം. ഫിഖ്ഹിലെ ഏറ്റവും കൂടുതൽ മസ്അലകളുള്ള ബാബാണെന്ന് ഹൈദും മറ്റൊന്ന് ഈ ഹുഫമ തടയലും. പക്ഷെ നമ്മൾ ഈ ഹദീസും അതിൻ്റെ അർത്ഥവും പറഞ്ഞിങ്ങനെയുണ്ട്, ചില വിവരണങ്ങൾ നൽകി പോകാം. ഹൈദ് എന്നാൽ ഭാഷയിൽ സൈലാൻ ഒലിച്ചു എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ തജമ്മു ഒരുമിച്ച് കൂടി എന്നർത്ഥമുണ്ട്. അതേപോലെ ഫസാദ് കേടായി എന്നർത്ഥമുണ്ട് അല്ലേ, സൈലാൻ. അതേപോലെ തന്നെ തജമ്മു ഒരുമിച്ച് കൂടി തന്നെ ഫസാദ് കേടായി. മൂന്നർത്ഥത്തിന് പ്രയോഗിക്കും ഹൈദ്. ഹാദ യഹീദു തഹീദു എന്നൊക്കെ പറഞ്ഞാൽ സൈലാൻ ഒലിച്ചു, സൈലാനുദ്ദം രക്തമൊലിക്കുന്നതിനാണ് ഹൈദ് എന്ന് പറയാം. അതേപോലെ തന്നെ ഹൈദ് എന്ന് പറഞ്ഞാൽ ഹാദൽ വെള്ളം ഒരിടത്ത് ഒരുമിച്ച് കൂടുന്നതിന് പറയും തജമ്മു ഹൈദ്. പള്ളിക്കലൊക്കെ ഹൗദ് ഇല്ലേ, അത് ഹൗദാണ്. ഉണ്ടോ? ഹാവും വാവും ഇവിടെ വ്യത്യാസം വാവും യാവും മാത്രമാണ്. ഒരേ പദം മൂല അടിസ്ഥാനമാണ്, മൂലമാണ് ഈ രണ്ടിനുള്ളത്. ഹൗദ് ഹൈദ് ഒരുമിച്ച് കൂടി. ഫസാദ് എന്ന് പറഞ്ഞാൽ കേടായി. കോഴിമുട്ടൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ ഹാദത്തിൽ ബൈദ എന്ന് പറയും. കോഴിമുട്ട കേടായി എന്നർത്ഥത്തിൽ. ഇവിടെ ഈ ഭാഷാർത്ഥങ്ങളുണ്ടല്ലോ, ഇത് മൂന്നും നമ്മളിപ്പോൾ എതിനെക്കുറിച്ചാണ് പറയണത്? കോഴിമുട്ട കേടായതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളിവിടെ സ്ത്രീകളുടെ മാസമുറയെക്കുറിച്ചാണ് നമ്മളുടെ വിഷയം. ഋതുരക്തത്തെക്കുറിച്ചാണ്. ഋതുരക്തം അത് ബ്ലീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സൈലാൻ എന്നുള്ള അർത്ഥം അതിന് വരും. ഋതുരക്തം അത് ഒലിച്ചിറങ്ങുന്നതിന് മുമ്പ് അത് ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരുമിച്ച് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഋതുരക്തം കേടായ രക്തമാണ്. മനസ്സിലായല്ലേ? പ്രത്യുൽപാദനത്തിന് അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് തയ്യാറായി നിൽക്കുന്ന അണ്ഡം അത് കേടാവുകയും ഗർഭപാത്രത്തിലെ മറ്റു പല ദ്രവ്യങ്ങളും ഒരുമിച്ച് കൂടി എന്ത് ചെയ്യാണ്, രക്തമായിട്ട് അത് എന്ത് ചെയ്യാണ്, രക്തവും മറ്റു ചില മിശ്രിതങ്ങളും കേടായ മിശ്രിതങ്ങളും അതാണ് മെൻസസ്സായിട്ട് ഹൈദായിട്ട് എന്ത് ചെയ്യണത്, പുറത്തേക്ക് വിസർജിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ എന്തിലുണ്ട്? ഹൈദ് എന്ന പ്രയോഗത്തിലുണ്ട്. ഹൈദ് സ്ത്രീകളുടെ ഋതുരക്തമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിന് അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് അണ്ഡം സ്ത്രീയുടെ ഗർഭാശയം അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ബീജസങ്കലനം നടന്നില്ല, പ്രത്യുൽപാദനം നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വേസ്റ്റാകും. അണ്ഡം അത് വേസ്റ്റാകും. അപ്പോൾ വേസ്റ്റാകുന്ന ഈ അണ്ഡം അത് ഗർഭാശയത്തിൽ നിന്ന് പുറന്തള്ളുമ്പോൾ കേവലം ഈ അണ്ഡവും അത് കേടായി രക്തമായി. അതേപോലെ തന്നെ അതോടൊപ്പം ഗർഭപാത്രത്തിലെ പല ദ്രവ്യങ്ങളും ഡോക്ടർ ഇന്ന് ക്ലാസ്സിനില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കിന്. ഏതായാലും ആ ദ്രവ്യങ്ങളോടൊന്നിച്ച് എന്ത് ചെയ്യും, ആ വിസർജ്യം തള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ ഹുവ അദൻ, അത് ഉപദ്രവമാണ്. ഉപദ്രവമാകുന്നത് എന്തുകൊണ്ടാണ്? അത് കേടായ രക്തമാണ്. അതേപോലെ തന്നെ ഗർഭപാത്രത്തിൽ നിന്നുള്ള പല ദ്രവ്യങ്ങളും അനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫഅ്തസിലുൻ നിസാ ഫിൽ മഹീദ്, ഋതുരക്തമുണ്ടാകുന്ന ഭാഗത്തിലൂടെ അഥവാ സ്ത്രീകളുടെ യോനിയിലൂടെ നിങ്ങൾ സ്ത്രീകളെ ബന്ധപ്പെടുന്നത് നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞത്. അതാണ് ഹൈദ്. ചിലപ്പോൾ ഹൈദ് രക്തം അതിൻ്റെ പീരീഡ് കഴിഞ്ഞാലും ചിലപ്പം ബ്ലീഡിങ് തുടരും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഋതുരക്തത്തിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് തുടരുന്നുവെങ്കിൽ അതിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയാം. ആ ബ്ലീഡിങ്ങിനാണ് എന്ത് പറയുക, ഇസ്തിഹാദത്ത് എന്ന് പറയാം. അതൊരു തരം രോഗമാണ്. ഇന്നമാ ദാലിക ഇർഖുൻ. ഇസ്തിഹാദത്ത് അതൊരു തരം രോഗമാണ്. എന്നാൽ ആർത്തവത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നമ ദാലിക ഷൈഉൻ ഖദ് കതബഹുല്ലാഹു അലാ
ബനാത്തി ആദം, ആദമിൻ്റെ പെൺമക്കൾക്ക് അള്ളാഹു വിധിച്ച ഒരു സംഗതിയാകുന്നു ഋതുരക്തം. അതൊരു രോഗമല്ല. പിന്നെ സ്ത്രീകൾക്ക് മാസത്തിൽ ഉണ്ടാകുന്ന ഒരു മുറയാണ്. അതേസമയം ഇസ്തിഹാലത്ത് അങ്ങനെയല്ല. ഇസ്തിഹാലത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്നമാദാലിക്ക എർഖുൻ, അതൊരു രോഗമാണ്. റഖ്ലത്തു മിന ഷെയ്ത്താൻ, ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു റഖ്ലത്താണ് ഹദീസിൽ ഇവിടെ വരും. ഷെയ്ത്താനിൽ നിന്ന് ചവിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാക്കാം. അതാണ് ഇസ്തിഹാലത്ത്. തയ്യിബ്, ഇതിൽ ഒന്നാമത്തെ ഹദീസ്, ഹൈദിൻ്റെ ബാബിൽ ഒന്നാമത്തെ ഹദീസ് ഋതുരക്തത്തിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്. ആ ഹദീസ് ഫാത്തിമ ബിൻത് അബി ഹുബൈഷുമായി ബന്ധപ്പെട്ടാണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, അന്ന ഫാത്തിമത ബിൻത് അബി ഹുബൈഷ്, ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് കാനത്ത് തുസ്തഹാദു, കാനത്ത് തുസ്തഹാദു പറഞ്ഞാൽ എന്താ? അവർക്ക് ഇസ്തിഹാദത്ത് ഉണ്ടാകുമായിരുന്നു. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തവല്ല, ഹൈദല്ല, പിന്നെയോ രോഗഗ്രസ്തമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു. കാനത്ത്, അവർ ആയിരുന്നു, തുസ്തഹാദു, ഇസ്തിഹാദത്തിൻ്റെ രക്തം ഉണ്ടാകുന്ന സ്ത്രീയായിരുന്നു. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ അവരോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദമൽ ഹൈദി ദമുൻ അസ്വദു യുറഫ്, ഇന്ന ദമൽ ഹൈദ്, ഹൈദിൻ്റെ രക്തം, ഋതുരക്തം, ദമുൻ അസ്വദ്, അതെന്താണ്? ഇരുണ്ട രക്തമാണ്, ഇരുണ്ട രക്തമാണ്. യുറഫ്, യുറഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതറിയപ്പെടും, സ്ത്രീകൾക്ക് അതറിയാൻ കഴിയും. യുറഫ് എന്ന് പറഞ്ഞാൽ അതറിയപ്പെടും. ഇവിടെ മറ്റൊരു റിവായത്തിലുള്ളത് യുറിഫ് എന്നാണ്. യുറിഫ്, യുറിഫ് എന്ന് പറഞ്ഞാൽ ലഹു ഉർഫ്, അതിനൊരു മണമുണ്ട് എന്നർത്ഥം. യുറിഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു മണമുണ്ട് എന്നാണ് അപ്പം അർത്ഥം. മറ്റു രക്തത്തിൻ്റെ മാതിരിയല്ല. ഋതുരക്തത്തിന് എന്തുണ്ടാകും? അതിനൊരു ദുർഗന്ധം ഉണ്ടാവും, ഒരു മണം ഉണ്ടാവും, ഗന്ധമുണ്ടാകും. അപ്പോൾ ഇവിടെ യുറഫ് എന്ന് അർത്ഥമുണ്ട്, യുറിഫ് എന്ന് അർത്ഥമുണ്ട്. യുറഫ് എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടാൻ സാധിക്കും. യുറിഫ് എന്ന് പറഞ്ഞാലോ അതിനൊരു ഗന്ധമുണ്ട്. ഫഇദാ കാന ദാലിക്, ഫഇദാ കാന ദാലിക്, അത് ആയാൽ, അതായാൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇരുണ്ട രക്തം, ഗന്ധമുള്ള രക്തമായാൽ, ഫഅംസിക്കി അനിസല, ഫഅംസിക്കി, അപ്പോൾ നിങ്ങൾ നിർത്തുക, അനിസല, നമസ്കാരം, നമസ്കാരത്തെ പിടിച്ചു നിർത്തുകയാണ് എന്താ? നിസ്കരിക്കണ്ട എന്നർത്ഥം. ഫഅംസിക്കി അനിസല, നിങ്ങൾ നമസ്കരിക്കണ്ട. ഫഇദാ കാനൽ ആഖറു, ഫഇദാ കാന രക്തമായാൽ, അൽ ആഖർ, ആഖർ എന്നാണ് അവസാനത്തെ അല്ല, മറ്റേത്. അഖീർ, ആഖിർ എന്നാണ്, ആഖിർ നമ്മളാണ് അവസാനം. ഇത് ആഖറാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ? കറുത്തതല്ലാത്ത രക്തം. രക്തത്തിൻ്റെ സാധാരണ കളർ എന്താ? ചുവപ്പ് കളറാണ്. അപ്പോൾ രക്തം അസ്വദല്ല എങ്കിൽ, മറ്റേതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചുവപ്പാണെങ്കിൽ, ഫതവദ്ദഇ, നിങ്ങൾ ഉദു ചെയ്യുക, വസല്ലി, നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. കണ്ട, ഇവിടെ ചില മസാലകളുണ്ട്, നമുക്ക് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നത്, ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അബി ഹുബൈഷ്, ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് ആരാ? ഫാത്തിമ ബിൻത് അബി ഹുബൈഷ്, അത് അവർ ബനു അസദ് ഗോത്രക്കാരിയാണ്. അൽ അസദിയ അൽ ഖുറഷിയ, അവർ ഖുറൈഷിയാണ്. ഫാത്തിമ ബിൻത് അബി ഹുബൈഷ്. ഈ അബൂ ഹുബൈഷ് ഖൈസ് ഇബ്നു മുത്തലിബ് എന്നാണ്. അബൂ ഹുബൈഷ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. ഖൈസ് ഇബ്നു മുത്തലിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഈ അബൂ ഹുബൈഷിൻ്റെ പേര്. ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് അവരെ കല്യാണം കഴിച്ചിരുന്നത് അബ്ദുള്ള ഇബ്നു ജഹ്ഷാണ്. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് അവരെ കല്യാണം കഴിച്ച്. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് എവിടെ മരണപ്പെട്ടത്? അബ്ദുള്ള ഇബ്നു ജഹ്ഷ് എവിടുന്നാണ് മരിച്ചത്? ചിലർക്ക് ഉറക്കം വരുന്നുണ്ടാ. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് മരിച്ചത് ഉഹുദിൽ കൊല്ലപ്പെടുക ചെയ്ത്. ഉഹുദിൽ മിസ്അബ്, അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഇവരെ ഒന്നിച്ചല്ല മറമാടിയത്. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഉഹുദിൽ വധിക്കപ്പെട്ടപ്പോൾ ഫാത്തിമ ബിൻത് അബി ഹുബൈഷിനെ തൽഹത്ത് ബിൻ ഉബൈദില്ലനെ കല്യാണം കഴിച്ചു. തൽഹത്ത് ബിൻ ഉബൈദില്ല അത്തൈമി, തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു. തൽഹക്ക് ഈ ഫാത്തിമ ബിൻത് അബി ഹുബൈഷിൽ ഇമ്രാനി, മുഹമ്മദ് പറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. ഏതായാലും അതാണ് ഫാത്തിമ ബിൻത് അബി ഹുബൈഷ്. അവർ ഖുറൈഷിയത്തായ സ്ത്രീയാണ്. അവർ ബനു അസദ് ഗോത്രക്കാരിയാണ്, അൽ അസദിയ. അവരെ കുറിച്ചാണ് പറയണത്. കാനത്തുസ്തഹാലു, അവർക്ക് ഇസ്തിഹാലത്ത് ഉണ്ടായിരുന്നു. 3 അറിയപ്പെട്ട സ്ത്രീകൾ ഇസ്തിഹാലത്തിൽ പ്രസിദ്ധരാണ്.
അതൊന്ന് ഹംന ബിന്ത് ജഹ്ഷാണ് നമുക്ക് വരും, ഹംന. മറ്റൊന്ന് പിന്നെ സൈനബ് ബിന്ത് ജഹ്ഷാണ്. പിന്നൊന്ന് ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷാണ്. എന്താ ഇവരുടെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കാണി. എന്താ പ്രത്യേകത? ഹംന ബിന്ത് ജഹ്ഷ്, സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്. ഇസ്തിഹാലത്തിൻ്റെ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ ഇവരിൽ പരിമിത. കാരണം ഇവരൊക്കെ ഇസ്തിഹാലത്തുള്ളവർ. മാത്രമല്ല ഇവർക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു എന്നാണ്. ഹംന ബിന്ത് ജഹ്ഷ്, സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്, അവരെക്കുറിച്ചാണ് ഇനി ഹദീസുകൾ വരാൻ പോണത്. അവർ ഇസ്തിഹാലത്തിൻ്റെ വിഷയത്തിൽ അവരായിരുന്നു അതിനാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നത്. ഈ 3 പെണ്ണുങ്ങൾ, ഈ പെണ്ണും ഇവർ തമ്മിൽ എന്താ വ്യത്യാസം, ബന്ധം? ഫാത്തിമ ബിൻ അബി ഹുബൈഷും വരും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് സഹോദരങ്ങളാണ്. പക്ഷെ അതങ്ങനെ കണ്ട ഇവരുടെ സഹോദരനാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിൻ്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിന്തു ഹുബൈഷ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഈ നാത്തൂന്മാർക്കും കണ്ട അവിടെ വന്ന ഈ പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിൽ വന്ന മരുവൾക്കും ഇസ്തിഹാദത്താണ്. അതാണ് അതിൽ പ്രശ്നം, അതിൽ ഒരു വിഷയം. അവരൊന്നായിട്ട് വന്ന മഹദിയും ആ വീട്ടിലുള്ള മഹദികളും ഒരുപോലെ എന്ത് ചെയ്തു? ഇസ്തിഹാദത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടു. അതാണ് അന്ന ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ്. ഇവർ ആദ്യകാലത്ത് ഹിജറ വന്ന സ്ത്രീയാട്ടോ. ഇവർ മുഹാജറത്താണ് ഇവർ. ഫാത്തിമ ബിന്ത് അബി ഹുബൈഷ് ഖാനത്ത് ഉസ്തഹാദ്. ഫഖാല ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ന ദമൽ ഹൈളി ദമുൻ അസ്വദു. മെൻസസ് ആർത്തവ രക്തം അത് ബ്ലാക്ക് ബ്ലഡാണ്, അതായത് ഒരു ഇരുണ്ട രക്തമാണ്. യുറഫ് അത് അറിയപ്പെടാൻ സാധിക്കും, മറ്റു രക്തത്തിന് അതിനെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ യുറിഫ് എന്താ, അതിനൊരു മണമുണ്ട്. ഫഇദാ കാന ദാലിക് ഈ ബ്ലഡാണ് എങ്കിൽ ഫഅംസികി അനിസ്സല നിങ്ങൾ നമസ്കാരത്തെ നിർത്തുക, നമസ്കാരം ഒഴിവാക്കുക. ഫഇദാ കാനൽ ആഖർ ബ്ലഡ് റെഡാണെങ്കിൽ മറ്റേ രക്തമാണ് എങ്കിൽ ഫതവദ്ദഇ വസല്ലി നിങ്ങൾ വുളു ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്യുക. റവാഹു അബൂ ദാവൂദ് വന്നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാക്കിം വസ്തൻകറഹു അബൂ ഹാത്തിം. ഇമാം അബൂ ഹാത്തിം ഈ ഹദീസിനെ ഇസ്തിൻകാർ എന്നാണ്, മുൻകറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഹദീസ് മുൻകർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ പരിഗണിക്കില്ല. ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ്. ഇനി അടുത്ത ഹദീസ്. ഇപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലായത്? ആർത്തവ രക്തം അതിൻ്റെ കളറ് എന്താ? ഇരുണ്ടതാണ്. അതിനെന്തുണ്ട്? ഒരു ഗന്ധമുണ്ട്. ആർത്തവ രക്തമുണ്ടായാൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ആർത്തവ രക്തം അത് പിന്നെ ബ്ലഡ് നോക്കിയാൽ സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ രക്തം അല്ലാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യുക? ഒതു ചെയ്തിട്ട് നിസ്കരിക്കുക. ഖലാസ്. ഇനി രണ്ടാമത്തെ ഹദീസ്. വഫി ഹദീസ് അസ്മാ ബിൻതി ഉമൈസിൻ ഇൻദ അബി ദാവൂദ് വലി തജ്ലിസ് ഫി മിർകനിൻ. ഞാൻ എന്താ പറഞ്ഞത്? വലി അല്ല, വലാമുൽ അബ്ര. വൽ തജ്ലിസ് ഫി മിർകനിൻ ഫഇദാ റഅത് സുഫ്രതൻ ഫൗഖൽ മാഇ فلتغتسل للظهر والعصر غسلا واحدا ولتغتسل للمغرب والعشاء غسلا واحدا وتغتسل للفجر غسلا واحدا وتتوضأ فيما بين ذلك. وفي حديث أسماء بنت عميس عند أبي داود. ഇമാം അബൂ ദാവൂദിൻ്റെ അടുക്കൽ അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഹദീസിലുണ്ട്. അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഹദീസിലുണ്ട്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഹദീസിലുണ്ട്. എന്താ ഉള്ളത്? വൽ തജ്ലിസ്, ഇസ്തിഹാദത്തുള്ള സ്ത്രീ അവൾ ഇരിക്കട്ടെ. വൽ തജ്ലിസ് എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കട്ടെ. ലാമുൽ അമ്രാൻ. ഫി മിർക്കൻ, മിർക്കൻ എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, തളിക, വെള്ളപ്പാത്രം, വെള്ളം നിറച്ച പാത്രമാണ് മിർക്കൻ. ഫഇദാ റഅത് സുഫ്രതൻ, അങ്ങനെ വെള്ളത്തിൽ അവർ മഞ്ഞ വർണ്ണം കണ്ടാൽ, ഫൗക്കൽമ വെള്ളത്തിന് മുകളിൽ, അവർ ഒരു വെള്ളപാത്രത്തിൽ ഇരിക്കട്ടെ, അങ്ങനെ അതിൽ വെള്ളത്തിന് മുകളിൽ മഞ്ഞ അവർ കണ്ടാൽ ഫൽ തഗ്തസിൽ അവൾ കുളിക്കട്ടെ. ലിദ്ദുഹ്രി വൽ അസ്രി, ദുഹുറിനും അസറിനും ഗുസ്ലൻ വാഹിദൻ ഒരു കുളി,
ഒരു കുളി. വൽ തഗ്തസിൽ ലിൽ മഗ്രിബി വൽ ഇഷാ, മഗ്രിബിനും ഇഷായിനും അവർ കുളിക്കട്ടെ ഗുസ്ലൻ വാഹിദ, ഒരു കുളി. വതഗ്തസിൽ ലിൽ ഫജ്രി ഗുസ്ലൻ വാഹിദ, ഫജ്റിന് അവർ ഒരു കുളി കുളിക്കട്ടെ. വതതവദ്ദ, എന്നിട്ട് അവർ ഉദു ചെയ്യുകയും ചെയ്യട്ടെ ഫീമ ബൈന ദാലിക, അതിനിടയിൽ. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയണമെന്നറിയോ? ഇത് ഇസ്തിഹാലത്തുള്ള സ്ത്രീയെക്കുറിച്ചാണ് പറയണത്. അതായത് ആർത്തവത്തിൻ്റെ അധ്യായത്തിലാണെങ്കിലും ആർത്തവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏത് വരിക? ഇസ്തിഹാലത്തും വരിക. കാരണം രണ്ടും ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ഇത് ബ്ലീഡിങ്, ഇത് മെൻസസ് ആണ്, ആർത്തവമാണ്. ചിലർക്കത് അറിയാൻ പറ്റില്ല. ചിലർക്കൊരു പതിവുണ്ടാവും, ചിലർക്ക് പതിവുണ്ടാവില്ല. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം നോക്കാൻ പറഞ്ഞ്, വേർതിരിച്ച് രക്തം അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയും രക്തം വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം റസൂലുള്ള പറയണത് വെള്ളത്തിൽ ഇരിക്കാൻ. അപ്പോൾ പിന്നെ മെൻസസ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും വെള്ളത്തിൽ. എന്താ ചെയ്യേണ്ടത്? പിന്നെ വൽ തജ്ലിസ് ഫി മിർകനിൻ ഫൈദാ റഅത് സുഫ്രതൻ ഫൗഖൽ മാഇ, വെള്ളത്തിന് മുകളിൽ സുഫ്രത്ത് കണ്ടാൽ, മഞ്ഞ വർണ്ണം കണ്ടാൽ, ഫൽ തഗ്തസിൽ ലിദ്ദുഹ്രി വൽ അസ്രി ഗുസ്ലൻ വാഹിദ, ദുഹറിനും അസറിനും കൂടി ഒരു കുളി വിളിക്കുക. അപ്പോൾ ഇവിടെ ആർത്തവം കഴിഞ്ഞ് ഇപ്പം എന്താണ്, ഇപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അസറിനും ദുഹറിനും വേണ്ടിയിട്ട് ഒരു കുളി വിളിക്കുക. വൽ തഗ്തസിൽ ലിൽ മഗ്രിബി വൽ ഇശായി ഗുസ്ലൻ വാഹിദൻ, ഇഷാക്കും മഗ്രിബിനും ഒരു കുളി വിളിക്കുക. വ തഗ്തസിൽ ലിൽ ഫജ്രി ഗുസ്ലൻ വാഹിദൻ, ഫജ്റിനൊരു കുളി വിളിക്കുക. എന്നിട്ടോ അതിനിടയിൽ വതതവദ്ദഉ ഫീമാ ബൈന ദാലിക, അതിനിടയിൽ അവർ വുളു ചെയ്യുക. മനസ്സിലായി? ഇതിവിടെ ഈ പിന്നെ ബ്ലീഡിങ് തുടരുകയാണല്ലോ, അപ്പോൾ മൂത്രമാർച്ച തുടർച്ചയായിട്ടുള്ള ആളുകളെപ്പോലെ, അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം തുടർച്ചയായിട്ടുള്ളവരെ പോലെ ഓരോ നിസ്കാരത്തിന് എന്ത് ചെയ്യണം? അവർ വുളു ചെയ്യണം. ഇസ്തിഹാലത്തുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം റസൂൽ അവരിവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ദുഹറിനും അസറിനും ഒരു കുളി, മഗ്രിബ് ഇശയ്ക്കും ഒരു കുളി, ഫജറിനൊരു കുളി. ഈ കുളി നിർബന്ധത്തിനുള്ള കൽപ്പനയാണോ? ഇത് കുളി നിർബന്ധത്തിനുള്ള കൽപ്പനയാണോ അതല്ല സുന്നത്തിനുള്ള കൽപ്പനയാണോ? പണ്ഡിതന്മാർ പറയുന്നത് ഇത് സുന്നത്തിനുള്ള കുളി ആണ്, അല്ലാതെ നിർബന്ധ കൽപ്പന അല്ല. നിർബന്ധമായിട്ട് അവർ കുളിച്ചോളണമെന്നില്ല. നിർബന്ധമായിട്ട് അവരെന്താ ചെയ്യേണ്ടത്? ഓരോ നിസ്കാരത്തിനും വുദു ചെയ്യുകയാണ് വേണ്ടത്. നിർബന്ധമായിട്ട് അവർ കുളിക്കേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഫൈദാ കാനൽ ആഖർ, രക്തം മെൻസസിൻ്റേതല്ലെങ്കിൽ ഫതവദ്ദഇ, അവർ വുദു ചെയ്യട്ടെ, വസല്ലി, നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവിടെ കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ റസൂൽ പറഞ്ഞത് ഫതവദ്ദഇ വസല്ലി എന്നാണ്. വുദു ചെയ്യാൻ പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞ്, അവിടെ എന്തിനു പറഞ്ഞിട്ടില്ല? കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ കൽപ്പന നിർബന്ധത്തിനുള്ള കൽപ്പന അല്ല, പിന്നെയോ ഇത് സുന്നത്തിനുള്ള കൽപ്പനയാണ്. പിന്നെ മാത്രമല്ല, പിന്നെ ഇവർ ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് അവരെല്ലാം നിസ്കാരത്തിന് കുളിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിച്ചത് കാരണത്താൽ. പക്ഷേ ആ കൽപ്പന നിർബന്ധത്തിനല്ല. വുദു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഓരോ നിസ്കാരത്തിനും അവർ വുദു ചെയ്യണം. അതാണ് ഇവിടെ ഉള്ളത്. വതതവദ്ദഉ ഫീമാ ബൈന ദാലിക്, അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരത്തിനും ഇടയിൽ അവർ വുദു ചെയ്യുകയും ചെയ്യട്ടെ. ഇതാണ് അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഹദീസ്. അസ്മാ ബിന്തു ഉമൈസ് അറിയ? അസ്മാ ബിന്തു ഉമൈസ് നമുക്ക് വന്നായിരിക്കും അല്ലേ? വന്നിട്ടില്ല അല്ലേ? അൽ ഖസ്അമിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഉമ്മത്തെ സഹോദരിയാണ്. മൈമൂനയെക്കുറിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. മൈമൂന ബിന്തുൽ ഹാരിസ് അൽ ഹിലാലിയ അൽ മുസ്തലഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർഫിൽ വെച്ച് അവരെ കല്യാണം കഴിച്ച് സിർഫ് അവിടെ വെച്ച് തന്നെ അവർ പിൽക്കാലത്ത് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ. എപ്പോഴും അവരുടെ മഖ്ബറ സിർഫിലാണ്, തരീഖ് ഹിജ്റയിൽ. മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഉമ്മത്തെ സഹോദരിയാണ് അസ്മാ ബിന്തു ഉമൈസ് അൽ ഖസ്അമിയ. ആദ്യകാല പിന്നെ മുസ്ലിമീങ്ങളിൽ പുതുതായി ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ് ആര്? അസ്മാ ബിന്തു ഉമൈസ്. അവരുടെ ഭർത്താവിൻ്റെ പേരെന്താ? അസ്മാ ബിന്തു ഉമൈസിൻ്റെ ഭർത്താവിൻ്റെ പേര് ജാഫർ ബിൻ അബി താലിബ്. ജാഫർ റളിയല്ലാഹു അൻഹുവാണ് ആരെ കല്യാണം കഴിച്ചത്? അസ്മാവിനെ കല്യാണം കഴിച്ചത്. അസ്മയും ജാഫറും അവർ പിന്നെ ഇസ്ലാം സ്വീകരിച്ചത് ആദ്യകാലത്താണ്. അതുകൊണ്ട് തന്നെ മക്കയിൽ മുസ്ലിമീങ്ങൾക്കുള്ള പീഡനാവസ്ഥ കഠിനമായപ്പോൾ റസൂലുള്ളാഹി അവരോട് ഹബ്ശീനിയയിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ ജാഫറും അസ്മാവും ഹബ്ശീനിയയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് ഹബ്ശീനിയയിൽ വെച്ചാണ് അവർക്ക്
മുഹമ്മദ്, അബ്ദുള്ള, ഔൻ, ഈ കുട്ടികളുണ്ടായത്. 3 കുട്ടികൾ. അബ്ദുള്ള, ഔന്, മുഹമ്മദ്. ജാഫർ ബിൻ അബി താലിബ്, ജാഫർ റളിയല്ലാഹു അൻഹു, ജാഫർ ബിൻ അബി താലിബ് അവരാണ് അസ്മാൻ്റെ ഭർത്താവ്. ഈ ഇവരിലാണ് ഔന്, അതേപോലെ മുഹമ്മദ്, അബ്ദുള്ള അവരെ കുട്ടിയുണ്ടായത്. അബ്ദുള്ള ഇബിന് ജാഫർ, മുഹമ്മദ് ബിൻ ജാഫർ, ഔന് ബിൻ ജാഫർ ഒക്കെ കുട്ടിയുണ്ടായത്. ഒക്കെ ഹബ്ഷീനയിലാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ ഹിജറയുടെ 7-ലാണ് എന്ത് ചെയ്യുന്നത്, ജാഫർ ഹബ്ഷീനയിൽ നിന്ന് മടങ്ങുന്നത്. എവിടേക്ക്? മദീനയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ജാഫറും ഇവരൊക്കെ മടങ്ങുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ജാഫറിന് പിന്നെ സ്വഭാവത്തിലും ശരീരത്തിലും ഒരേ സാദൃശ്യമാണ്. റസൂലുള്ളാഹിൻ്റെ അതേ രൂപമായിരുന്നു ജാഫറിന്. അതേപോലെ സ്വഭാവവും റസൂലുള്ളാഹിൻ്റെ ജാഫറിൻ്റേത് റസൂലുള്ളാഹിൻ്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഖൈബർ വിജയിച്ചടക്കിയൊക്കെ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. പക്ഷേ റസൂലുള്ള പറയുന്നത് ഖൈബർ വിജയിച്ചടക്കപ്പെട്ടതിലാണോ സന്തോഷിക്കേണ്ടത്, അതല്ല ജാഫറിൻ്റെ ആഗമനത്തിലാണോ സന്തോഷിക്കേണ്ടത് എന്ന് എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും ജാഫർ 7-ലാണ് ഹബ്ഷീനയിൽ നിന്ന് തിരിച്ചു വരുന്നത്. നോക്കണം, വളരെ കാലങ്ങൾക്ക് ശേഷം. ആദ്യകാലത്ത് അദ്ദേഹം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയി, ഹിജറയുടെ 5 അല്ലെങ്കിൽ 6 എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ 6 പോയിട്ടുണ്ടെങ്കിൽ 6, 7, 8, 9, 10, 11, 12, 13 അവിടെ തന്നെ 7 കൊല്ലം 8 കൊല്ലം, പിന്നെ 7 കൊല്ലം ഹിജറയ്ക്ക് ശേഷം. അപ്പോൾ 14 കൊല്ലത്തിനൊക്കെ അപ്പുറമാണ് എന്ത് ചെയ്യണത്, റസൂലുള്ള കാണുന്നത് പിന്നെ ജാഫറിനെ. അങ്ങനെ അസ്മാ ബിൻത് ഉമൈസും ജാഫറും 3 കുട്ടികളും മദീനയിലേക്ക് എത്തി. പക്ഷേ ഹിജറയുടെ 8 ഈ ജാഫറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്ത യുദ്ധത്തിന് പറഞ്ഞയച്ചു. അപ്പോൾ മൂത്തയിൽ വെച്ചിട്ട് ജാഫർ വധിക്കപ്പെട്ടു. അങ്ങനെ അസ്മാ ബിൻത് ഉമൈസ് വിധവയായി. അവരുടെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അങ്ങനെ അസ്മാ ബിൻത് ഉമൈസിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടായത്. അതാണ് ഹജ്ജ് വേളയിൽ കുട്ടി ഉണ്ടായി എന്നറില്ലേ. ദുൽഹുലൈഫ മീഖാത്തിൽ വെച്ചിട്ട് അസ്മാ ബിൻത് ഉമൈസ് പ്രസവിച്ചു. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിനെയാണ് പ്രസവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനപ്പുറം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കീഴിലാണ്. അബൂബക്കർ റളിയല്ലാഹു വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുളിപ്പിക്കേണ്ടത് അസ്മയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജനാസ കുളിപ്പിച്ചത് അസ്മാ ബിൻത് ഉമൈസാണ്. അവർ നോമ്പുകാരിയായിരുന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജനാസ അവർ കുളിപ്പിച്ച്. അതിലൊരു കുട്ടിയാണുള്ളത് മുഹമ്മദ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു മരണപ്പെട്ടതിന് ശേഷം ഇവർ അലിയാർ കല്യാണം കഴിച്ച്, അലി റളിയല്ലാഹു അൻഹു അസ്മയെ. അങ്ങനെ അലി റളിയല്ലാഹുവിനോടൊപ്പം നീണ്ട കാലം അവർ ജീവിച്ചു. ഹിജറയുടെ 40-ലാണ് അസ്മാ ബിൻത് ഉമൈസ് മരണപ്പെട്ടത് റളിയല്ലാഹു തആല അൻഹ. വളരെ വലിയ ചരിത്രമുള്ള ഒരു മഹദിയാണ് ആര്, അസ്മാ ബിൻത് ഉമൈസ്. ഒരിക്കൽ ഉമറും അസ്മയും തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. അവർ പിന്നെ ഹിജറ പോയതിനെക്കുറിച്ച്. കാരണം മക്കത്തു നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആളാണ് ആര്, ഉമർ. അസ്മാ ബിൻത് ഉമൈസ് അങ്ങനെയല്ല, മക്കയിൽ നിന്ന് മദീനത്തേക്കല്ല, പിന്നെയോ മക്കയിൽ നിന്ന് ഹബ്ഷീനിയയിലേക്ക്, പിന്നെ അവർ ഹബ്ഷീനിയയിൽ നിന്ന് അവിടേക്ക് വരുന്നത് മദീനയിലേക്ക്. അതുകൊണ്ട് തന്നെ ചിലർ ഇവരെ മുഹാജിറുകളിൽ എണ്ണിയില്ല. മുഹാജിറാകുമ്പോൾ എങ്ങനെ, മക്കയിൽ നിന്ന് മദീനത്തേക്കാണല്ലോ, ഇവർ മക്കത്ത് നിന്ന് മദീനത്തേക്ക് നേരിട്ടല്ല. പക്ഷേ അസ്മ അത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്, അസ്മ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, റസൂലെ ഞങ്ങൾക്ക് ഹിജറ ചെയ്ത കൂലി ഉണ്ടാവില്ലേ. അപ്പോൾ റസൂലുള്ള പറഞ്ഞത് എല്ലാവർക്കും ഒരു ഹിജറ ചെയ്ത കൂലിയുള്ളൂ, നിങ്ങൾക്ക് 2 ഹിജറ ചെയ്ത കൂലി ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഒന്ന് മക്കയിൽ നിന്ന് ഹബ്ഷീനിയയിലേക്ക്, പിന്നെ ഹബ്ഷീനിയയിൽ നിന്ന് മദീനയിലേക്ക് 2 ഹിജറ ചെയ്ത കൂലി ഉണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ള ഈ മഹദിയെ ആശ്വസിപ്പിച്ചു എന്നാണ്. ഏതായാലും അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. തയ്യിബ്, അതിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചെയ്യാനാണ്. ഒരു മിർക്കനിൽ ഇരുന്നിട്ട് നോക്കാൻ, വെള്ളത്തിന് മുകളിൽ മഞ്ഞ പാഞ്ഞത് കാണുന്നുണ്ട് എങ്കിൽ അത് എന്താണ്, ആർത്തവ രക്തം നിലച്ചു, ഇസ്തിഹാദത്തിൻ്റെ രക്തമാണ്. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, ദുഹറിനും അസറിനും വേണ്ടിയിട്ട് കുളിക്കുക, എന്നിട്ട് പിന്നെ അതേപോലെ മഗ്രിബ് ഇശയ്ക്ക് വേണ്ടി കുളിക്കുക, ഫജ്റിന് വേണ്ടി കുളിക്കുക, ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യുക, വുദു ചെയ്യുക. മനസ്സിലായില്ലേ? കാരണം പിന്നെ അശുദ്ധി തുടരുന്നത് കാരണത്താലാണ്, ബ്ലീഡിങ് തുടരുന്നത് കാരണത്താലാണ് എന്ത് ചെയ്തത്, ഇത് പറഞ്ഞത്. ഇടയിൽ പിന്നെ ഓരോ നിസ്കാരത്തിനും വുദു ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഈ മൂത്രവാർച്ച, ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം, ഇവരൊക്കെ എന്ത് ചെയ്യണം, ഓരോ നിസ്കാരത്തിനും വുദു ചെയ്യണം. പക്ഷേ കുളി നിർബന്ധമല്ല. ഇവിടെ മെൻസസ് ഇസ്തിഹാദത്തിൻ്റെ രക്തമുള്ള ബ്ലഡുള്ള ബ്ലീഡിംഗ് ഉള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുളിക്കൽ നിർബന്ധമല്ലെങ്കിലും കുളിക്കൽ എന്താണ്, അവർക്ക് സുന്നത്താണ്. ഇനി അടുത്ത ഹദീസ്, വഅൻ ഹംന ബിൻത് ജഹ്ഷിൻ റളിയല്ലാഹു തആല അൻഹ. ഹംന ബിൻത് ജഹ്ഷിൽ നിന്ന് നിവേദനം, ഖാലത്ത്, ഹദീസ് ആദ്യം വായിക്കാം.
കുന്തു ഉസ്തഹാദു ഹൈളതൻ കസീറതൻ ശദീദതൻ ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഫ്തീഹി ഫഖാല ഇന്നമാ ഹിയ റഖ്ദത്തുൻ മിനശ് ശൈത്താൻ فتحيضي 6 أيام أو 7 أيام ثم اغتسلي فإذا استنقأت فصلي 24 أو 23 وصومي وصلي فإن ذلك يجزئك وكذلك فافعلي كل شهر كما تحيض النساء فإن قويت على أن تؤخري الظهر وتعجلي العصر ثم تغتسلي حين تطهرين وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي وتغتسلين مع الصبح وتصلين قال وهو أعجب الأمرين إلي. എന്താ ലോങ് ഹദീസല്ലേ. عن حمنا بنت جحش حمنا بنت جحشിൽ നിവേദനം قالت അവർ പറഞ്ഞു كنت استحاض حيضة كثيرة كنت استحاض ഞാൻ ഇസ്തിഹാദത്ത് രോഗമുള്ള മഹദിയായിരുന്നു. ഇസ്തിഹാദത്ത് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഉള്ള, ഹൈദല്ല, പിന്നെയോ ഹൈദല്ലാത്ത മറ്റേ ബ്ലീഡിംഗ് ഉള്ള രോഗമുള്ള സ്ത്രീയായിരുന്നു. ഉസ്തഹാദു ഹൈളതൻ കസീറത്തൻ ഷദീദത്തൻ. കസീറത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം. കസീറത്തൻ ഫിൽ മുദ്ദ, ഷദീദത്തൻ ഫിൽ കൈഫിയ എന്ന് പറഞ്ഞാൽ എന്താ? ശക്തമായിട്ട്, ശക്തമായ ബ്ലീഡിങ്. അത് കുറേ സമയം. ചില റിപ്പോർട്ടിലുള്ളത് എന്താണ്? യസുജു സജ്ജ എന്നാണ്. ഇങ്ങനെ കുത്തി വലിക്കുമായിരുന്നു എന്നാണ്, ഭയങ്കരമായിട്ട് ചീറ്റി വലിക്കുമായിരുന്നു എന്നാണ്. ഫാത്തയിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. അസ്തഫ്തീഹി, റസൂലുള്ളാഹിനോട് അസ്തഫ്തി പറഞ്ഞാൽ എന്താ? ഫത്വ ചോദിച്ചുകൊണ്ട്. അസ്തഫ്തീഹി പറഞ്ഞാൽ ഞാൻ ഫത്വ ചോദിച്ചുകൊണ്ട്, തിരുനബിയോട് ഫത്വ ചോദിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹിയ റഖ്ളത്തും മിനശ് ശൈത്താൻ, അത് ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു റഖ്ളത്താകുന്നു. റഖ്ളത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ദർബത്ത്, ചവിട്ട്. ചില റിവായത്തുകളിൽ ഇന്നമാ ദാലിക ഇർഖുൻ, അതൊരു രോഗമാകുന്നു. എന്താ വേണ്ടത്? ഫതഹയ്യദി 6 അയ്യാമിൻ ഔ 7 അയ്യാമിൻ. ഈ ഹംന ബിന്ത് ജഹ്ഷിനെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിങ് നിൽക്കണില്ല. റഹ്മക്കല്ല, ഒരു മാസം മുഴുവൻ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ മാസം മുറല്ലേ, ആർത്തവം ഉണ്ടാവില്ലേ? അതെങ്ങനെ തിരിച്ചറിയാം? അതാണ് ഇവിടെ പ്രശ്നം. ഈ രണ്ടിലും അങ്ങനെയല്ല. ഇതിൽ ബ്ലീഡിങ് തിരിച്ചറിയാൻ പറ്റും. ഒന്നുകിൽ നിറത്തിലൂടെ, അല്ലെങ്കിൽ പിന്നെ നിറം കണ്ടിട്ട്. മനസ്സിലായേ? അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഹംനയുടെ കേസ് എന്താ? ഹംനയുടെ കേസിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയണില്ല. കാരണം എന്താ? അലത്തൂല് ബ്ലീഡിങ്ങാണ്. അപ്പോൾ എപ്പോൾ ആർത്തവമായിട്ട് പരിഗണിക്കും, എപ്പോൾ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കും, അത് അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഫതഹയ്യദി 6 അയ്യാമിൻ ഔ 7 അയ്യാമിൻ, 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഫതഹയ്യദി, നിങ്ങൾ ഹൈളായിട്ട് നിശ്ചയിക്കുക. ഫതഹയ്യദി എന്ന് പറഞ്ഞാൽ ഹൈളായിട്ട് നിങ്ങൾ നിശ്ചയിക്കുക. 6 ദിവസം 7 ദിവസം ഹൈളായിട്ട് നിശ്ചയിക്കുക. എല്ലാ ദിവസം ബ്ലീഡിങ് അല്ലേ, അതിലെന്ത് ചെയ്യുക? 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മെൻസസ് ആയിട്ട് നിശ്ചയിക്കുക. സുമ്മ ഇഗ്തസിലി, പിന്നീട് നിങ്ങൾ കുളിക്കുക. ഫൈദസ്തൻഖഅതി, നിങ്ങൾ ശുദ്ധി കണ്ടാൽ, രക്തം നിലച്ചതായിട്ട് കണ്ടാൽ, ഫസല്ലി 4 അല്ല, സുമ്മ ഇഗ്തസിലി, നിങ്ങൾ കുളിക്കുക. ഫൈദസ്തൻഖഅതി, അങ്ങനെ നിങ്ങൾ ശുദ്ധി വരുത്തിയാൽ ഫസല്ലി 24 ഔ 23, 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം നിങ്ങൾ നമസ്കരിക്കുക. ഇവിടെ വസൂമി വസല്ലി പിന്നെയുണ്ടോ? അല്ല, ഇല്ലുണ്ടോ? വസൂമി വസല്ലി എന്നുണ്ടോ? അതേറെ പ്രയോഗമാണ്. വസൂമി വസല്ലി, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ നമസ്കരിക്കുക. നോമ്പെടുക്കുക, നിങ്ങൾ നമസ്കരിക്കുക. ഫഇന്ന ദാലിക യുജ്സിഉകി, ഫഇന്ന ദാലിക, കാരണം അത് യുജ്സിഉകി, നിങ്ങൾക്ക് മതിയാകുന്നതാണ്, നിങ്ങൾക്ക് മതിയാകുന്നത്. വകദാലിക ഫഫ്അലി കുല്ല ഷഹ്റിൻ, വകദാലിക, ഇപ്രകാരം, ഫഫ്അലി, നിങ്ങൾ ചെയ്യുക, കുല്ല ഷഹ്റിൻ, എല്ലാ
മാസവും. കമാ തഹീദുന്നിസ, സ്ത്രീകൾ ആർത്തവം അവർക്കുണ്ടാകുന്നത് പോലെ. എത്ര ദിവസം ആർത്തവം ഉണ്ടാകുക? 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം. അങ്ങനെയുള്ള സ്ത്രീകളുടെ പതിവ് അതാണ്. കമാ തഹീദുന്നിസ, സ്ത്രീകൾ അവരുടെ പതിവിൽ ആർത്തവകാരികളാകുന്നത് പോലെ 6 ദിവസം 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ആ നിസ്കാരം ഒഴിവാക്കുക. എന്നിട്ട് കുളിക്കുക. രക്തം നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞെങ്കിൽ രക്തം ശുദ്ധിയാക്കുന്ന പ്രശ്നമല്ല, കാരണം അത് ഒലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും പേടൊക്കെ വെച്ച് ഷീലൊക്കെ വെച്ചതിന് ശേഷം രക്തം നിർത്തുക, എന്നിട്ട് നിസ്കരിക്കാനാണ് ഇവിടെ പറയുന്നത്. വൈദസ്തങ്കത്തി ഫസല്ലി, എത്ര ദിവസം നിസ്കരിക്കണം? 24 ദിവസം അല്ലെങ്കിൽ 23 ദിവസം നമസ്കരിക്കുക. ഫഇന്ന ദാലിക യുസിഇകി, അത് നിങ്ങൾക്ക് മതിയാകും, അത് നിങ്ങൾക്ക് മതിയാകും. കാരണം ഇവിടെ തിരിച്ചറിയുന്ന പ്രശ്നമല്ല. എന്താണ് ആലത്തൂൽ? ഇതെന്താണ്? ബ്ലീഡിങ് ആണ്. ആ ബ്ലീഡിങ്ങിൽ എന്തുണ്ട്? ഒരു സമയം എന്താണ്? ഹൈദാണ്. അപ്പോൾ സാധാരണ സ്ത്രീകളുടെ പതിവ് നോക്കുക, ആ പതിവ് അനുസരിച്ച് 6 ദിവസം 7 ദിവസം അവരെന്ത് ചെയ്യുക? നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംനയോട് പറയാണ് പിന്നൊരു നിർദ്ദേശം, ഫഇൻ ഖവീതി അലാ അൻ തുഅഖിരി അദ്ദുഹ്റ വതുഅജ്ജിലി അൽ അസ്ർ ثم تغتسلي حين تطهرين وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي. എന്താ പറഞ്ഞേ? അതായത് ഫഇൻ ഖവീതി, നിങ്ങൾക്ക് സാധിച്ചാൽ, അല അൻ തുഅഖിരി അദ്ദുഹ്റ, ദുഹുറിനെ പിന്തിപ്പിക്കുവാൻ. ഫൈൻ ഖവീതി, നിങ്ങൾക്ക് സാധിച്ചാൽ, അല അൻ തുഅഖിരി അദ്ദുഹുർ, ദുഹുറിനെ പിന്തിപ്പിക്കുവാൻ. വതുഅജ്ജിലി അൽ അസർ, അസറിനെ മുന്തിപ്പിക്കുവാനും. വതുഅജ്ജിലി അൽ അസർ, അസറിനെ നേരത്തെയാക്കുക. ദുഹുറിനെ പിന്തിപ്പിക്കുക, അസറിനെ നേരത്തെയാക്കുക. അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ, സുമ്മ തഗ്തസിലി ഹീന തത്ഹുരീൻ, നിങ്ങൾ ശുദ്ധി വരുത്തുന്ന വേളയിൽ നിങ്ങൾ കുളിക്കുകയും ചെയ്താൽ, വതുസല്ലീന അദ്ദുഹ്റ വൽ അസ്റ ജമീഅ, നിങ്ങൾ ദുഹുറും അസറും ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്യുക. അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ, ഞാൻ അതിനർത്ഥം പറഞ്ഞതിന് ശേഷം അതിൻ്റെ രൂപം മനസ്സിലാക്കി തരാം. സുമ്മ തുഅഖിരീന അൽ മഗ്രിബ, പിന്നീട് നിങ്ങൾ മഗ്രിബിനെ പിന്തിപ്പിക്കുക. വതുഅജ്ജിലീന അൽ ഇശ, ഇശയെ നേരത്തെയാക്കുക, മുന്തിപ്പിച്ച് നേരത്തെയാക്കുക. സുമ്മ തഗ്തസിലീൻ, എന്നിട്ട് നിങ്ങൾ കുളിക്കുകയും. വതജ്മഈന ബൈന സലാത്തൈനി, 2 നമസ്കാരങ്ങൾ മഗ്രിബും ഇശയും നിങ്ങൾ ജംആക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഫ്അലി, നിങ്ങൾ അപ്രകാരം ചെയ്യുക. വതഗ്തസിലീന മഅ സുബ്ഹി, സുബ്ഹിയോടൊപ്പം നിങ്ങൾ കുളിക്കുക. വതുസല്ലീൻ, നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ അഅജബുൽ അംറൈനി ഇലൈ, വഹുവ, ഇത് ഏതാണെങ്കിൽ ഇങ്ങനെ ചെയ്യൽ, അഅജബുൽ അംറൈനി ഇലയ്യ, എനിക്ക് 2 കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് റസൂലുള്ള പറയാണ്. ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശം എന്നറിയാം? ഈ അൽ ജംഉ സൂരി എന്ന് കേട്ടിണ? ജംഉ സൂരി, ജമ്മു തഖ്ദീമുണ്ട്, ജമ്മു തഅഖീർ ഉണ്ട്, ജമ്മു സൂരി ഉണ്ട്. സൂരി പറഞ്ഞാൽ സിറിയക്കാരുടെ ജമ്മ എന്ന അർത്ഥത്തിലല്ല. പിന്നെ അൽ ജംഉ സൂരി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ദുഹുർ അസ്റും ജമ്മു തഖ്ദീം എന്താ? ദുഹുർ 4 റക്അത്ത് നിസ്കരിക്കുക, ബാങ്ക് ഇക്കാമത്തും കൊടുത്തിട്ട്, പിന്നെ ഇക്കാമത്ത് മാത്രം കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അസറും നിസ്കരിക്കുക, അല്ലേ? അതാണ് ദുഹറിൻ്റെ ടൈമിലേക്ക് ദുഹുർ അസറും മുന്തിപ്പിച്ച് നിസ്കരിക്കുന്നതാണ് എന്താ പറയുക? ജമ്മു തഖ്ദീം എന്ന് പറയാം. തഖ്ദീം. ജമ്മു തഅഖീറ, ദുഹുറും അസറും അസറിൻ്റെ ടൈമിലേക്ക് പിന്തിപ്പിക്കുക, എന്നിട്ട് ജമ്മാക്കിയിട്ട് നിസ്കരിക്കുക, അല്ലേ? ഇതാണ് ജമ്മു തഖ്ദീം, ജമ്മു തഅഖീർ. ഇനി വേറെ ജമ്മുണ്ട്, അതാണ് ജമ്മു സൂരി. ദുഹറിനെ അവസാനത്തേക്ക് കൊണ്ടുവരിക, ദുഹറിൻ്റെ ടൈമിൻ്റെ അവസാനത്തേക്ക്. ആദ്യ സമയത്ത് നിസ്കരിക്കാതെ അവസാനത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദുഹർ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്ത ഉടനെ, അസറിൻ്റെ ബാങ്ക് കൊടുത്ത ഉടനെ എന്ത് ചെയ്യും ചെയ്യുക? അസർ നിസ്കരിക്കുക. അതിനാണ് ജമ്മു സൂരി എന്ന് പറയാം. അല്ല, ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ ദുഹറിന് ഇപ്പോൾ ബാങ്ക് കൊടുത്തു. ദുഹറിൻ്റെ ബാങ്ക് എപ്പോഴാണ്? 11:15 നോക്കുക.
ദുഹൂറിൻ്റെ ബാങ്ക് 11:45 ബാങ്ക് കൊടുത്ത ഉടനെ ദുഹൂർ നിസ്കരിച്ച് ഇക്കാമത്ത് എടുത്തിട്ട് അസർ നിസ്കരിച്ച് അതാണ് എന്ത് ജമ്മു തഖ്ദീം. അപ്പോൾ നിസ്കരിക്കാതെ എന്ത് ചെയ്ത് നമ്മൾ അസറിൻ്റെ ടൈമിലേക്ക് പിന്തിപ്പിച്ചു. എന്നിട്ട് അസറിൻ്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ദുഹൂർ നിസ്കരിച്ച് പിന്നെ അസർ നിസ്കരിച്ചാൽ അതെന്താണ് ജമ്മു തഅഖീർ. ഇതങ്ങനെയല്ല, ഓരോ നിസ്കാരം അതിൻ്റെ ടൈമിൽ തന്നെ. പക്ഷേ ദുഹൂർ ആദ്യ ടൈമിൽ നിസ്കരിക്കില്ല, ദുഹൂർ അസറിൻ്റെ ബാങ്കിനോടനുബന്ധിച്ച് ദുഹൂർ നിസ്കരിച്ച് എന്നിട്ട് അസറിൻ്റെ ടൈമായി ബാങ്ക് കൊടുത്ത് ഉടനെ അസർ നിസ്കരിച്ച്. ഇതാണെന്ത് ജമ്മു സൂരി. ഇത് മഗ്രിബിൻ്റെയും വിഷയത്തിൽ അങ്ങനെ തന്നെ. മഗ്രിബിൻ്റെ അവസാന സമയത്ത് മഗ്രിബ് നിസ്കരിച്ച് എന്നിട്ട് ബാങ്ക് കൊടുത്ത് ഉടനെ എന്ത് ചെയ്ത് ഇഷ നിസ്കരിച്ച്. ഓരോ നിസ്കാരം അതിൻ്റെ ടൈമിലാണ്, പക്ഷേ മഗ്രിബ് പിന്തിപ്പിക്കുന്നു, ദുഹറും പിന്തിപ്പിക്കുന്നു. ഇങ്ങനെ നിസ്കരിക്കുന്നതിനാണ് ജമ്മു സൂരി എന്ന് പറയാം. ഇവിടെ അതാണ് ബ്ലീഡിങ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലീഡിങ് ആണ്. അപ്പോൾ അവരോട് എന്താ റസൂലുള്ള പറയണത്? നിങ്ങളെന്ത് ചെയ്യുക? ദുഹറിനെ പിന്തിപ്പിക്കുക, പിന്നെ അസറിനെ എന്ത് ചെയ്യുക? മുന്തിപ്പിക്കുക. കുളിക്കുക, എന്നിട്ട് ദുഹർ നിസ്കരിക്കുക, പിന്നെ എന്ത് ചെയ്യുക? അസറിൻ്റെ ടൈമിൽ അസറും നിസ്കരിക്കുക. മഗ്രിബ് വിഷയം അങ്ങനെ തന്നെ. മഗ്രിബിനെ പിന്തിപ്പിക്കുക, കുളിച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കുക, ഉടനെ പിന്നെ എന്ത് ചെയ്യുക? ഇഷൻ്റെ ടൈമിൽ ഇഷിൻ നിസ്കരിക്കുക. സുബഹിനെ ഏതെങ്കിലും നിസ്കാരത്തേക്ക് ചേർക്കാൻ പറ്റുമോ? ഇല്ല, സുബഹി സ്വതന്ത്രമാണ്. അപ്പോൾ ആ നേരത്തെ കുളിക്കുക, എന്നിട്ട് സുബഹി നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്യാൻ റസൂലുള്ള ആരോട് പറഞ്ഞ്? ഹംനയോട് പറഞ്ഞു. കാരണം അവർക്ക് എന്താണ്? അവർക്ക് ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ് തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്. അലത്തൂൽ ബ്ലീഡിങ് ആണ്, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ആയിരുന്നു എന്നാണ്. ഭയങ്കര പരീക്ഷണമാണ്. പ്രത്യേകിച്ച് ഈ ജഹ്ഷിൻ്റെ 3 പെൺമക്കൾ, സൈനബ് ബിന്ത് ജഹ്ഷ്, ഹംന ബിന്ത് ജഹ്ഷ്, പിന്നെ ഉമ്മു ഹബീബ ബിന്ത് ജഹ്ഷ്. ഉമ്മു ഹബീബ അവരുടെ ഹദീസിനി നമുക്ക് വരും. ഇതിൽ നമ്മൾ ഹംനനെ കുറിച്ച് പറഞ്ഞോ? ഈ ഹംനനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ, പിന്നെ അവരുടെ ഭർത്താവ് ആരാ? ഹംന ബിന്ത് ജഹ്ഷിൻ്റെ ഭർത്താവ് ഹംന ബിന്ത് ജഹ്ഷ് ഇബ്നു റിആബ്. അവരുടെ സഹോദരനെ കുറിച്ച് നമ്മൾ പറഞ്ഞാരാണ്? അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ്. ഹംന ബിന്ത് ജഹ്ഷ് പിന്നെ ഇബ്നു റിആബ്. ഈ ഹംന അവരുടെ ഭർത്താവാണ് മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബിനെ കേട്ടണ? മിസ്അബ് ബിൻ ഉമൈർ. മിസ്അബ് എവിടെ വധിക്കപ്പെട്ടത്? ഉഹദിലാണ് വധിക്കപ്പെട്ടത്. ഹംനൻ്റെ അമ്മാവനായിരുന്നു ഹംസ. ഹംനൻ്റെ അമ്മാവനാണ് ആര്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. ഹംനൻ്റെ സഹോദരിയാണ് അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ്. ഹംനൻ്റെ ഭർത്താവാണ് ആര്? മിസ്അബ് ബിൻ ഉമൈർ. മനസ്സിലായില്ലേ? 3 പേര് ഉഹദിലാണ് മരിക്കുന്നത്, 3 പേര്. അതുകൊണ്ട് തന്നെ ഈ ഹംന പിന്നെ ഉഹദിൽ ഇവരൊക്കെ വരുന്നുണ്ട്, ഹംന വരുന്നുണ്ട്. ഹംന ഉഹദിൽ പിന്നെ വരുമ്പോൾ അവരോട് പറയാണ് പിന്നെ അബ്ദുള്ള ഇബ്നു ജഹ്ഷ് മരിച്ചത് പറയണം ആങ്ങള. അപ്പോൾ അവർ പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു കരുണ കാണിക്കട്ടെ, യഗ്ഫിറുല്ലാഹു ലഹു യർഹമു എന്ന് പറയാണ്. അപ്പോൾ പറയാണ് നിങ്ങളുടെ ഖാല് ഹംസ മരിച്ചിരിക്കുന്നു. അപ്പോഴും പറയാണ് അള്ളാഹു യഗ്ഫിർ ലഹു യർഹമുഹു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആശ്വസിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഭർത്താവ് മരിച്ചു എന്ന്, മിസ്അബ്. അപ്പോൾ അവർ വാ ഹർബ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞെന്നാണ്, ഭയങ്കര വാവിട്ട് കരഞ്ഞെന്ന്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടിട്ട് പറഞ്ഞത്, ഒരു സ്ത്രീയുടെ മനസ്സിൽ ഭർത്താവിനുള്ള സ്ഥാനമാണ് അത് അറിയിക്കുന്നത്. അവർക്കത് പിന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല, ഭർത്താവ് പ്രത്യേകിച്ച് മിസ്അബ് റളിയല്ലാഹു തആലാൻ്റെ മരണം. മാത്രമല്ല ഈ 3 പേരും ഉഹദിൽ കടക്കുന്നത് മറ്റ് രക്തസാക്ഷികളെ പോലെയല്ല. മറ്റ് പേരൊക്കെ ഇത് 60 ചില്ലാനം ആളുകൾ ഒന്നിച്ച് കവറെടുത്തിട്ട് അവർ വേറെയാണ് മറമാടിയത്. ഇവർ 3 പേരും അബ്ദുല്ലാ ഇബ്നു ജഹ്ഷ്, അതേപോലെ തന്നെ പിന്നെ മിസ്അബ് ഇബ്നു ഉമൈർ, ഹംസത്ത്, ഇവർ ഖുറൈശി നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. അവർ ആണെങ്കിൽ പിന്നെ സുന്ദര പൂമേനികൾ ഇങ്ങനെ 3 പേര് കിടക്കുമ്പോൾ ഇവരെ മറമാടാനുള്ള തുണി അവരെ മേത്തില്ല, ഒരു എടുത്ത തുണിയാണ്. അത് അവർക്ക് കഫന് തികയില്ല. തലയിലേക്ക് വലിച്ചിടുമ്പോൾ കാല് പുറത്ത്, കാലിലേക്ക് വലിച്ചിടുമ്പോൾ തല പുറത്ത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ പ്രത്യേക 2 ഖബറിലാണ് ഇവരെ മറമാടുന്നത്. ഹംസയെ ഒരു ഖബറിലും മിസ്അബിനെയും അബ്ദുല്ലാ ഇബ്നു ജഹ്ഷിനെയും അളിയന്മാർ 2 ആളെയും ഒരു ഖബറിലാണ് മറമാടുന്നത്. അപ്പോൾ അവരുടെ ശരീരം ഉള്ള ആ തുണി അവരുടെ തലയിലേക്ക് വലിച്ചിട്ടിട്ട് പിന്നെ അവരുടെ കാലിൽ പുല്ല് പറിച്ച് വെക്കാൻ പറയണം. മനസ്സിലായില്ല? അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവരെ 3 പേരെയും മറമാടുന്നത്. അതൊരു ഭയങ്കര ഹൃദയഭേദകമായ ഒരു രംഗമാണ്. ഏതായാലും ഈ ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ അവർ
ഇവിടെ ഭർത്താവ് പിന്നെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പിന്നെ ഉഹദിൽ ഷഹീദായി. ഈ ഹംനയാണ് പിന്നെ ഹാദിസത്തുൽ ഇഫ്കിൽ ആയിഷ റളിയല്ലാഹു തആലൻ്റെ പേരിലുള്ള ആ അപവാദ കേസുണ്ടല്ലോ, ആ വാർത്ത പ്രചണ്ഡമായി പ്രചരിച്ചപ്പോൾ അതിൽ ഇവർ ഭാഗവാക്കായി. റളിയല്ലാഹു തആല അൻഹ ഹംന ഭാഗവാക്കായി. അതുകൊണ്ട് തന്നെ ആ അപവാദ പ്രചരണം പറഞ്ഞവർക്ക് 80 അടി ശിക്ഷ കൊടുത്തപ്പോൾ ഹംനയും അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. ഏതായാലും പിന്നെ വളരെ ചരിത്രത്തിൽ സ്ഥാനമുള്ള പേരുള്ള ഒരു മഹദിയാണ് ഹംന ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ. ഇത് മനസ്സിലായ വിഷയം? എന്താ പിന്നെ അലത്തൂൽ ബ്ലീഡിങ് ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത്? അവർക്കറിയില്ല അവരുടെ പീരീഡ്. രക്തം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഓക്കെ, ബ്ലീഡിങ് തുടർച്ചയാണ്, രക്തം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്താൽ ആ രക്തമുള്ള സമയം അവർ നിസ്കാരം ഒഴിവാക്കിയാൽ മതി, ഇവിടെ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഒരു മാസം മുറ തനിക്ക് മുൻപുണ്ട് എങ്കിൽ, അതായത് എല്ലാ മാസവും ഇത്ര ദിവസങ്ങൾ, മനസ്സിലല്ലേ, ബ്ലീഡിംഗ് ഉള്ളൊരു സ്ത്രീയാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ സമയം വരുമ്പോൾ അത് ബ്ലീഡിംഗ് ആയിട്ട് പരിഗണിച്ചാൽ മതി. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറയും പിന്നെ ആദത്തുള്ളവൾ, മുൻ ആദത്തുള്ളവൾ, തമ്മീസുള്ളവൾ, പിന്നെ മുഹ്താറത്ത്, ഇങ്ങനെ 3 വിഭാഗമാണ്. തമ്മീസുള്ളവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം തിരിച്ചറിയാൻ കഴിയുന്നവൾ, അവൾ രക്തം നോക്കിയിട്ട് ചെയ്താൽ മതി. ആദത്തുള്ളവളാണെങ്കിലോ, മുൻ ആദത്തുള്ളവൾ, ആദത്തനുസരിച്ച് ചെയ്താൽ മതി. അവളുടെ പതിവ് എന്താണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ആ പതിവിന് അവൾക്ക് മെൻസസ്സാണ്, ബാക്കിയുള്ള ദിവസം ബ്ലീഡിങ് ആണ്. അതേസമയം മുഹ്താറ എന്ന് പറഞ്ഞാൽ എന്താ, അറിയില്ല, രക്തം തിരിച്ചറിയാൻ കഴിയണില്ല, മുൻ പതിവുമില്ല, ദാലത്തൂലാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. മനസ്സിലായി? ഇത് ദീനിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മനസ്സിലായി? ദീനിൽ അതിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. ഒരു വിഷയവും റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല, വിശദീകരിക്കാതെ വിട്ടിട്ടില്ല. തമ്മീസ്, ആദത്തുള്ളവൾ, തമ്മീസുള്ളവൾ എന്ന് പറഞ്ഞാൽ രക്തം ബ്ലീഡിങ് ഇത് തിരിച്ചറിയാൻ കഴിയുന്നവൾ. പിന്നെ മുഹ്താറത്ത്, എന്താ മുഹ്താറത്ത് പറഞ്ഞാൽ ഈ ഹൈറത്തിൽ കഴിയുന്നവൾ, അവൾക്ക് അറിയണില്ല, ആദത്തും അറിയില്ല, പിന്നെ ബ്ലഡ് തിരിച്ചറിയാനും കഴിയണില്ല, പിന്നെ ദാലത്തൂൽ ബ്ലഡാണ്. അപ്പോൾ അവൾ എന്താണ്, മുഹ്താറത്താണ്. മുഹ്താറത്താണ് എന്താണ്, പിന്നെ പകച്ച് ഹൈറത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താ, ലാ ഹൈറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നത്തിലാണ്, തിരിച്ചറിയാനും കഴിയണില്ല, ഒരു പതിവുമില്ല, എന്താ ചെയ്യാന്ന് അറിയണില്ല, പ്രയാസത്തിലാണ്. ഉറുദുവിലൊക്കെ പറയില്ല ഹൈറാനോകയ, പരീക്ഷാനോകയ. എന്താ പരീക്ഷാനോകയ പറഞ്ഞാൽ ആകെ വിഭ്രാന്തി, വിഭ്രാന്തിയിൽ കഴിയുന്നവൾ. ആ വിഭ്രാന്തിയിൽ കഴിയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവർ പറയാണ്, കുൻതു ഉസ്തഹാദു ഹൈലത്തൻ കസീറത്തൻ ഷദീദത്തൻ, കുറേ ഉണ്ട്, കഠിനമായിട്ടുണ്ട് ഇസ്തിഹാദത്ത്. ഫാത്തൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഫ്തീഹി, ഉണ്ടോ, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നു, അസ്തഫ്തീഹി, റസൂലുള്ളാഹിനോട് ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട്. ദീനാകുമ്പോൾ അങ്ങനെയാണ്. ദീനാകുമ്പോൾ നമ്മൾ ജഹല് കൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കുക. അത് വിഷയം ഏതായാലും ശരി. ഇന്നിങ്ങനത്തെ മസാലകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അതൊരു പ്രയാസമാണ്, കുറച്ചിലാണ്, എങ്ങനെ ഇപ്പോൾ ചോദിക്കുക എന്ന്. പക്ഷേ സഹാബ വനിതകൾ അവരുടെ ആഖിറത്തിൻ്റെ വിഷയമാണ്, പരലോകത്തിൻ്റെ കാര്യമാണ്, ദീനാണ്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിക്കുകയാണ്. അതായത് പിന്നെ ആർത്തവ രക്തം അശുദ്ധമാണ്, ഇസ്തിഹാദത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒതു നഷ്ടമാകും. ഒതു നമ്മൾ എന്ത് ചെയ്യണം, നിസ്കാരത്തിന് പുതുക്കണം. മനസ്സിലായില്ലേ? ആ രക്തം രോഗത്തിൻ്റെ രക്തമാണ്. ലൈംഗികമായി പ്രാപിക്കുന്നതിന് പ്രശ്നമല്ല, അതല്ല നമ്മളിവിടെ പഠിക്കണത്. ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഹൈദാണ് എങ്കിൽ ഫഅ്തസിലു നിസാ ഫിൽ മഹീദ്, ഋതുരക്തം അവിടെ നമ്മൾ സ്ത്രീകളെ യോനിയിൽ പ്രാപിക്കാൻ പാടില്ല. അതേസമയം ഇതിൽ പ്രാപിക്കുന്നതിൽ പ്രശ്നമല്ല. അതെ പിന്നെ അവരുടെ ഈ സ്ത്രീകളുടെ പതിവുണ്ടല്ലോ, ചിലപ്പോൾ ആ കുടുംബത്തിൽ തന്നെ സ്ത്രീകൾ ഉണ്ടല്ലോ, കമാ തഹീദുൻ നിസ എന്നാണ്, സ്ത്രീകൾ അവർക്ക് ആർത്തവരക്തം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ആ പതിവിൽ ഉള്ള അതല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള സ്ത്രീകൾ അവരുടെ ഒരു പതിവുണ്ടാവും, അതന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാനാണ് പറയണത്. പിന്നെ ആ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ
പിന്നെ പ്രകൃതിയിലോ ആ പ്രായത്തിലൊക്കെ സ്ത്രീകൾക്ക് സാധാരണ മെൻസസ് ഉണ്ടാകുന്ന സമയം നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ 6 ദിവസം 7 ദിവസം അതായിട്ട് പരിഗണിക്കാനാണ്. ഫത്തഖുല്ലാഹ മസ്തതാഅ്തും. ഒരു സ്ത്രീയെ ഇങ്ങനത്തെ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ ഭർത്താവ് വിട്ടു നിൽക്കുക. അപ്പോൾ പിന്നെ അതാണ് അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറഞ്ഞ്, പിന്നെ ഇസ്തിഹാലത്തിൻ്റെ ബ്ലീഡിങ്ങുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ പ്രാപിക്കണമെങ്കിൽ പ്രശ്നമല്ല. ഇന്നത്തെ കാലത്ത് ഇത് പണ്ട് കാലങ്ങളിലാണ്, ഇന്ന് അതറിയാൻ പ്രയാസമല്ല. ഇന്ന് പിന്നെ മെഡിക്കൽ പരിശോധനകളിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് പതിവനുസരിച്ചല്ല. ഇവിടെ നമ്മൾ എന്താണ്, മിക്ക സ്ത്രീകളുടെയും പതിവാണ് മെൻസസ് രക്തത്തിൻ്റെ കുറഞ്ഞ പീരീഡ് ഇത്ര, കൂടുതൽ പീരീഡ് ഇത്ര എന്നുള്ളതില്ല. മനസ്സിലായി? മെൻസസ് രക്തമായിട്ട് ബ്ലീഡിങ് കാണുന്നിടത്തോളം കാലം അതിന് 18 ദിവസമാണെങ്കിലും മെൻസസ് തന്നെയാണ്. അത്രയും ദിവസം നിസ്കാരമില്ല, നോമ്പില്ല, ഭർത്താവിന് പ്രാപിക്കാനും പാടില്ല മെൻസസ് ആണെങ്കിൽ. അതേസമയം ബ്ലീഡിങ് ഇത് ഒന്നായിട്ട് ബ്ലീഡ് ആകുമ്പോൾ അത്തരം സ്ത്രീകളുടെ വിഷയത്തിലാണിത് ഈ പറഞ്ഞത്. കാരണം സാധാരണ സ്ത്രീകളുടെ പതിവ് എന്താണ്, 6 or 7 ദിവസമാണ്. അത് ആ പതിവിൽ നിന്ന് സ്ത്രീകൾ വിട്ടുപോകില്ല കൂടുതലും. അപ്പോൾ അതാണ് ഇവിടെ ഖിയാസ് ചെയ്യണത്. രക്തം കാണുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, വിട്ടു നിൽക്കേണ്ടത്. രക്തം നിന്ന്, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം രക്തം നിന്ന് എങ്കിലും അവർ കുളിച്ചിട്ട് എന്ത് ചെയ്യണം, അവർ നിസ്കരിക്കണം, നോമ്പെടുക്കണം. ഏത് രക്തമുള്ളപ്പോൾ നിസ്കരിക്കാൻ പാടില്ല, രക്തമുള്ളപ്പോൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കണം. ആകണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യരുത്, പിന്നെ നിസ്കരിക്കരുത്, പിന്നെ നോമ്പെടുക്കരുത് മെൻസസ് ആണ് എങ്കിൽ. ഫഖാല ഇന്നമാ ഹിയ റഖലത്തു മിന ശൈത്താൻ. ഈ റഖലത്തു മിന ശൈത്താൻ ഷൈത്താൻ്റെ ഒരു ചവിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ഇത് ചില റിപ്പോർട്ടുകളുള്ളത് അത് ഇന്നമാ ദാലിക ഓർക്കും, അതൊരു രോഗമാണ്. ഇവിടെ ശൈത്താൻ്റെ ചവിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ സ്ത്രീകളുണ്ടല്ലോ, ഇത് കാരണത്താൽ സ്ത്രീകൾ ശരിക്ക് വിഭ്രാന്തിയിലാണ്. പൈശാചിക പ്രഹരാണത് ശരിക്ക്. സ്ത്രീകൾ നിസ്കരിക്കണോ നോമ്പെടുക്കണോ, ഞാൻ നിസ്കരിക്കണില്ല, ഞാൻ നോമ്പെടുക്കണില്ലെങ്കിൽ ഞാൻ നിസ്കരിക്കണം നോമ്പെടുക്കാൻ എടുക്കുകയാണെങ്കിൽ തന്നെയും ബേജാറിലാണ്, സംശയത്തിലാണ്. അപ്പോൾ സ്ത്രീകളെ പിന്നെ സംശയത്തിലാഴ്ത്തുന്ന, പേടിപ്പെടുത്തുന്ന, സ്ത്രീകൾക്ക് പിന്നെ പരിഭ്രാന്തി നൽകുന്ന ഒരവസ്ഥയാണിത് ഈ ഇസ്തിഹാലത്തിൻ്റെ രക്തം. അതുകൊണ്ടാണ് ഈ പ്രയോഗം ഇന്നമാ ഹിയ റഖലത്തും മിന ശൈത്താൻ എന്നുള്ള പ്രയോഗം. ഇത് ശരിക്ക് ഒരു രോഗമാണ്. فتحيضي 6 أيام أو 7 أيام ثم اغتسلي فإذا استنقأت فصلي 24 أو 23 وصومي وصلي فإن ذلك يجزئك وكذلك فافعلي كل شهر كما تحيض النساء فإن قويت على أن تؤخري الظهر وتعجلي العصر ثم تغتسلي حين تطهرين وتصلين الظهر والعصر جميعا ثم تؤخرين المغرب وتعجلين العشاء ثم تغتسلين وتجمعين بين الصلاتين فافعلي وتغتسلين مع الصبح وتصلين قال وهو أعجب الأمرين إلي رواه الخمسة إلا النسائي. ده رواه الخمسة. أرى 5 സുനൽ അർബഅയും ഇമാം അഹ്മദും. പക്ഷേ സുനൽ അർബയിൽ ആരില്ല, നസായി ഇല്ല. അതാണ് റവാഉൽ ഖംസത്തു ഇല്ല നസായി. വസഹഹഹു അത്തുർമുദി വഹസ്സനഹു അൽ ബുഖാരി. ഈ ഹദീസിനെ ഇമാം ബുഖാരി ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.